നിങ്ങൾക്ക് അസൂയുണ്ടോ? ഞങ്ങൾക്കൊന്നും അസൂയയില്ല, ഞങ്ങളൊക്കെ നല്ല മുത്തുമണികളാണ് എന്നാണ്. അസൂയ എന്ന് പറയുന്ന സംഗതിയെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അസൂയുള്ള ഒരാൾ എന്തമല് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ. അയാൾ നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പ് പിടിച്ചിട്ടും കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല, എത്ര പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തിട്ടും കാര്യമില്ല. ഒരു നന്മയും അള്ളാഹ്ക്ക് വേണ്ട. ഏതുപോലെയെന്നറിയോ, നമ്മുടെ ഈ വിറക് കഷ്ണങ്ങൾക്ക് തീ പിടിച്ച് അങ്ങനെ ഉണ്ടാവും, വിറകൊന്നും കാണൂല അല്ലേ, ചാരമായി പോവും. ഇതുപോലെ നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഡേഞ്ചറസ് ആണ് അസൂയ എന്ന് ചിന്തിച്ച് നോക്കിയേ ഇല്ലേ. മാത്രമല്ല ഈ അസൂയ, സിഹർ, കണ്ണേറ് ഇതിനൊക്കെ ഒരു അതിപ്രധാന കാരണം കൂടെയാണ്. സിഹർ, കണ്ണേറ് ഇതിൻ്റെ അടിസ്ഥാനപരമായൊരു കാരണം എന്താ? അസൂയാണ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു പടച്ചോനെ എന്ന് നമ്മൾ ദ്വാരക്കുന്നത് സൂറത്തുൽ ഫലക്കിലാണ്. ഈ സൂറത്തുൽ ഫലക്ക് എപ്പോഴാണ് ഇറങ്ങിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ ആ സിഹറിനെ ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹ് ഇറക്കിയ സൂറത്താണ്. ആ സൂറത്തിലാണ് പടച്ചോൻ പറയണത്. അപ്പോൾ ഇത് സിഹറിനുള്ളൊരു കാരണമാണ് അസൂയ, കണ്ണീറിനുള്ള കാരണമാണ് അസൂയ. അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. അത് എന്നെ ശ്രവിക്കുന്ന ഒരാൾക്കുണ്ടാകരുത് കേട്ടോ. ഞങ്ങൾക്കൊന്നുമില്ല, വെറുതെയാണ്. അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നൊരു സംഗതിയാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കാതെ നമ്മൾ എന്തോരം തഹജ്ജുദ് നിസ്കരിച്ചാലും ഒരു കാര്യമില്ല മക്കളെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഞാനൊരു 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് അസൂയ ഉണ്ടോ? നമ്മൾ അസൂയുള്ള ആളുകളാണോ? നമുക്കൊന്ന് തിരിച്ചറിഞ്ഞാലോ? റെഡിയാണോ നിങ്ങൾ? റെഡിയാണോ? അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തേത് എന്താണ്? ഒരിക്കലും ഒരു മുഖപ്രസന്നത ഉണ്ടാവില്ല, ചിരിക്കൂല. അതായത് ഞാനൊക്കെ ഭയങ്കര ചിരിയാണെന്നല്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ കാണുമ്പോൾ, നിൻ്റെ ഒരു സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ കാണുമ്പോൾ ചിരിക്കുക, അത് സ്വതക്കയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരുണ്ട് ചിരിക്കൂല, ചിലപ്പോൾ ഇങ്ങനെ വ്യാജമായിട്ട് ചിരി ഇങ്ങനെ വരുത്തി തീർക്കും. എവിടെയായിരുന്നു, ഞാൻ നോക്കിയിരിക്കായിരുന്നു നിന്നെ, എവിടെ അത്ര നേരം അവിടെ കുറ്റവും പറഞ്ഞിരുന്നതായിരിക്കും. ആളെ കാണുമ്പോൾ അതോ എവിടെയാണ് നീ, ഒരു ഉണ്ടാക്കി ചിരി ഉണ്ടല്ലോ. ആ ഉണ്ടാക്കി ചിരിക്കുക എന്നല്ലാതെ ആത്മാർത്ഥമായ ചിരി ഉള്ളിൽ നിന്ന് വരൂല. അവർക്ക് ഇങ്ങനെ ഒരു അവർക്കുണ്ടാകുന്ന നന്മയിൽ അസൂയ മൂത്ത് ചിരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നോടൊരാൾ പറഞ്ഞേ, ഉസ്താദേ, എന്നോടും എൻ്റെ ഭാര്യയോടും അയൽപ്പക്കത്തുള്ള താത്ത ചിരിക്കൂല. ഞാൻ ചോദിച്ചെന്തേ? നിങ്ങളോട് ഇപ്പോൾ അയൽപ്പക്കത്തുള്ള താത്ത ചിരിച്ചില്ലെങ്കിലും സാരമൊന്നുമില്ല, പക്ഷെ കെട്ടിയോട് ചിരിക്കാത്ത എന്താണ്? അത് ഉസ്താദേ, ഇടയ്ക്കൊക്കെ ചിരിക്കൂട്ടോ, പക്ഷേ ഞാനും എൻ്റെ കെട്ടിയോളും കൂടെ കാറിൽ എവിടെയെങ്കിലും പോണത് കണ്ടാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ആയിത്ത ഞങ്ങളോട് ചിരിക്കൂല, മിണ്ടൂല. അങ്ങനെ കുറേ തവണ ആയപ്പോൾ ഞാനൊരിക്കലും ആയിത്താരുടെ അടുത്തേക്ക് പോയി. കാരണം ഞാനും എൻ്റെ കെട്ടിയോളും കൂടെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയ ഈ വീടിൻ്റെ അകത്തുനിന്ന് ഓടി വന്നിട്ട് ഇതിങ്ങനെ എത്തി നോക്കും. ഒരു ദിവസം ഇത് ഞാൻ കണ്ടപ്പോഴേ ഞാൻ പയ്യെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കെട്ടിയോളെ കൊണ്ടോടില്ല, എൻ്റെ കൂടെ അങ്ങ് പോരുന്നു പറഞ്ഞു. സംഗതി അയാൾ എന്നോട് പറഞ്ഞ സംഗതി കേട്ടോ, ഇതിൻ്റെ യാഥാർത്ഥ്യം എനിക്കറിയാൻ പാടില്ല. അപ്പോൾ പുള്ളി പറയണം, അത് പറഞ്ഞതോടുകൂടെ പിന്നെ അകത്തോട്ട് പോയി, അതിനുശേഷം പിന്നെ അങ്ങനെ നോക്കിയിട്ടില്ല എന്നാണ്. അതായത് നമ്മളിങ്ങനെ ഒരാളിങ്ങനെ തുറച്ച് നോക്കി നിൽക്കുന്നൊരു സ്വഭാവം അതുണ്ടാകാൻ പാടില്ല കേട്ടോ. ചില വല്യമ്മമാർക്കൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കുട്ടീനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം മറ്റുള്ളവർക്ക് കിട്ടിയത് കാണുമ്പോൾ അതിങ്ങനെ നോക്കിയേക്കും. അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുമെന്ന് നമ്മൾ ചിന്തിക്കണില്ല, ഒരിക്കലും അങ്ങനെ നോക്കിയേക്കാൻ പാടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നൊരു സംഗതി ഉണ്ട്, ചിലപ്പോൾ അവരങ്ങനെ നോക്കി നിൽക്കുന്നതിൻ്റെ പിന്നിൽ ആ സ്ത്രീ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുന്നതിൻ്റെ ഒരു കാരണം അവരുടെ ജീവിതത്തിൽ ആ സന്തോഷം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അള്ളാഹു അവർക്കും നമുക്കും ഒക്കെ സമാധാനം നൽകുമാറാകട്ടെ. നമുക്കൊരാളുടെ ജീവിതത്തിൽ സന്തോഷം കാണുമ്പോൾ ഒരു തരം പ്രയാസം ഉണ്ടെങ്കിൽ, അസൂയയോട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഇടുങ്ങിപ്പോകും, നമ്മൾ രക്ഷപ്പെടൂല, നമ്മുടെ ജീവിതം തകരും, ഉറപ്പാണ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നേ. എന്താ കാരണം എന്നറിയോ? ഹബീബായ തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ്റെ അഭാവത്തിൽ നിങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, എങ്ങനെ? നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അയാൾ നമ്മുടെ മുമ്പിലില്ല,
നമ്മൾ പറയുന്നതൊന്നും അയാൾ കേൾക്കണില്ല, പക്ഷെ നമ്മൾ അയാൾക്ക് വേണ്ടി ദ്വാരക്കാണ്. ആ ദ്വാ അള്ളാഹ് ഉടൻ സ്വീകരിക്കും. മാത്രമല്ല, നമുക്ക് വേണ്ടി ദ്വാരക്കാൻ അള്ളാഹ് മലക്കുകൾ ഏർപ്പാടാക്കും. അപ്പോൾ നമ്മളിങ്ങനെ ദ്വാരക്കാണ്, പടച്ചോനെ എൻ്റെ അയലോക്കത്തുള്ളവൻ എന്ത് സന്തോഷത്തോടെ ജീവിക്കണേ, നീ അവർക്ക് ഐശ്വര്യം ചെയ്യണേ എന്ന് ദ്വാരക്കുമ്പോൾ മലക്കുകൾ പറയും, പടച്ചോനെ ഇവൻ എന്താണോ ചോദിച്ചത് അത് തന്നെ ഇയാൾക്ക് കൊടുക്കണേ. കണ്ടോ? അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മലക്കുകൾ പറയും നിനക്കിപ്പോൾ കിട്ടും പണിയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നത് അത് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കാറ് മേടിക്കുമ്പോൾ ചിലപ്പോൾ അയലോക്കത്തുള്ളൊരു താത്ത പടച്ചോനെ അതൊക്കെ കാണുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഇക്കൂട്ടത്തിലുണ്ടോ? ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹ് ഇപ്പം എല്ലാം കാണില്ലേ? കാറ് മേടിച്ചത് മാത്രമേ കാണുന്നത്, എല്ലാം കാണുന്നില്ലേ? എന്തിനാ അങ്ങനത്തെ ഒരു ചിന്ത? അവിടെ പറയേണ്ട എന്താ? മാഷാ അല്ലാ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അള്ളാഹ് നിങ്ങൾക്കും കാറ് തരും. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് അള്ളാഹ് തരും. മനസ്സിലാവുന്നുണ്ടോ? പലരും രക്ഷപ്പെടാത്തതിൻ്റെ കാരണം ഈ അസൂയുള്ളതുകൊണ്ടാന്നേ. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകാതെ പോകുന്നതിൻ്റെ മെയിൻ കാരണം ഈ അസൂയയും മറ്റു സംഗതികളൊക്കെ കൽബിൽ കൊണ്ടു കിടക്കുന്നത് കൊണ്ടാണ്. ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ പോണത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ ചിന്തിക്കുക? അവക്കടേക്ക് ഒരു തള്ളിച്ച കണ്ടില്ലേ, എന്തൊരു നെകളിപ്പാണ് പെണ്ണിന്. അങ്ങനെയൊന്നും പറയരുത്. മാഷാ അല്ലാ, പടച്ചോനെ നീ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്ത് കൊടുക്കണേ. ഇന്നുവരെ നമ്മൾ അങ്ങനെ ദ്വാരക്കാറുണ്ടോ? അങ്ങനെ ദ്വാ ചെയ്താൽ മലക്കുകൾ എന്ത് പറയും? ആമീൻ വാലക ബിമിസ്ൽ. പടച്ചോനെ ഇവൻ ചോദിച്ചതിന് ഉത്തരം കൊടുക്കണേ, അവൻ എന്താണോ ചോദിച്ചത് അത് ഇവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണേ അല്ലാ എന്ന് മലക്കുകൾ പറയും. അപ്പം അതുപോലെ സന്തോഷത്തോടെയുള്ളൊരവസ്ഥ നമുക്കും കിട്ടും. അപ്പോൾ മുഖപ്രസന്നത ഇല്ലാതിരിക്കുക, ഒരു കൽബിൽ നിന്ന് ചിരി വരാതിരിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര അസൂയക്കാരിയുടെ അല്ലെങ്കിൽ അസൂയക്കാരൻ്റെ ലക്ഷണമാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ലക്ഷണം നോക്കിയേ. ഈ അസൂയുള്ള ആളുകളെ ഒരിക്കലും സലാം പറഞ്ഞു തുടങ്ങൂല. സലാം പറഞ്ഞു തുടങ്ങൂല. ഇമാമിങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആദ്യം സലാം പറയുന്ന ആൾ അയാൾക്ക് അസൂയ ഉണ്ടാവില്ല എന്നാണ്. സലാം അങ്ങോട്ട് പറയുന്ന ആൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല. അഹങ്കാരത്തിൽ നിന്നും അസൂയയിൽ നിന്നൊക്കെ അയാൾ മുക്തനാണെന്നാണ്. മറ്റേതെങ്ങനെ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവൾ വേണമെങ്കിൽ പറയട്ടെ, മരുമോള് പറയട്ടെ ഞാൻ അമ്മായിയമ്മയാണ്, അല്ലെങ്കിൽ മരുമോൾ ചിന്തിക്കണത് ഞാൻ മരുമോളല്ലേ, അമ്മായിയമ്മ മൂത്തതല്ലേ, അവർ പറയട്ടെ. ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ മനസ്സിൽ കിബറും അസൂയയും കൊണ്ട് നിറഞ്ഞു നിൽക്കാൻ അവർ രക്ഷപ്പെടില്ല എന്നാണ്. ഈ സലാം എന്ന് പറഞ്ഞാൽ തന്നെ ദുആയാണ്. പടച്ചോനെ നീ അവർക്ക് സമാധാനം കൊടുക്കണേ, ശാന്തി കൊടുക്കണേ എന്നാണ്. ഇനിയിപ്പം ഞാൻ വരുന്നിട്ട് അവക്കൊന്ന് സമാധാനം കിട്ടണ്ടേ, നിന്നോട് സലാം പറയൂലടി. അങ്ങനെ ചിന്തിച്ചിട്ടാണോ നമുക്കറിയാൻ പാടില്ല. ഏതായാലും ഞാൻ മുതലാളിയാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ട്, അതുകൊണ്ട് ഞാൻ സലാം പറയൂല. അവളെൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നവൾ, അവൾ എന്നോട് സലാം പറയട്ടെ, ഞാൻ അങ്ങോട്ട് സലാം പറയൂല. ഈ ചിന്ത അസൂയയും കുശുമ്പുള്ളവരുടെ മനസ്സിലുണ്ടാവുള്ളൂ. അവർ രക്ഷപ്പെടൂല, സമാധാനം ഉണ്ടാവില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി ആദ്യം സലാം പറയണം. ഓക്കെ, ചിരിച്ചോണ്ട് പറയണം കേട്ടോ. മൂന്നാമത്തത് എന്താണ്? ചെറിയൊരു സ്വതക്ക പോലും കൊടുക്കൂല. നാട്ടുകാരെ കാണിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും കാണിച്ചേക്കും. ആത്മാർത്ഥമായിട്ട് സ്വതക്ക കൊടുക്കൂല. ശരീരം കൊണ്ടൊരു സഹായം ഒരാൾക്ക് ചെയ്യൂല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ അയൽവാസി ഒരു സഹോദരി ഉണ്ടെന്ന് നോക്കാം. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്, ഇവരൊറ്റയ്ക്കാണ്. എന്തെങ്കിലുമൊക്കെ അടുത്ത് അവരുടെ വീട്ടിലേക്ക് എന്നിട്ട് മോളെ സുഖാണോ, എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ, ഇത്തത് ഇപ്പുറത്തുണ്ട്, തൊട്ടപ്പുറത്ത് എന്തോ ഒരു സഹോദരിമാരുണ്ടാവും. ഒന്നങ്ങോട്ട് കയറി ചെന്നിട്ട് ഇത്തവരുടെ അടുത്തുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തികമായ എന്തെങ്കിലും പ്രയാസമുണ്ടോ, ഭക്ഷണമൊക്കെ കറക്റ്റാണോ ഒന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട്. നമ്മളിപ്പുറത്ത് നിന്നുണ്ട്, അവക്കട മാപ്പിള ഗൾഫിലാണ്, അവരിങ്ങനെ ബാങ്കിൽ ഇട്ട് കൊടുക്കല്ലേ, അതിൻ്റെ തണ്ടാണ് അവൾക്ക്. അവക്കട നടപ്പ് കണ്ടില്ലേ, അവളിങ്ങനെ ഉലുക്കിപ്പറിച്ച് നടക്കുകയാണ്. മാപ്പിള ഗൾഫിലാണല്ല, പിന്നെ എന്തു ആകാല്ല. ഏതെങ്കിലുമൊക്കെ ഒരു സൊമാറ്റോയോ സ്വിഗ്ഗിയോ ആ വീട്ടിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് വന്നിട്ട് അവക്കൊന്നും ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി തിന്നാൻ പറ്റില്ല, ഹോട്ടലിൽ നിന്നേ ഓർഡർ ചെയ്യുള്ളൂ, ആ മാപ്പിള ഗൾഫിലാണല്ല. എൻ്റെ പൊന്ന് ഉമ്മമാരെ, ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നല്ലത് ചിന്തിക്കുക. എന്താ ഇപ്പോൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യുന്നത്? പാവം ഇന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും, നമുക്കൊന്ന് വീട്ടിലേക്ക് ഒന്ന് ചോദിക്കാം. അതെങ്ങനെ ചോദിക്കണേ? എന്താടി ഇപ്പോൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യണേ, പുറത്തുനിന്നായോ തീറ്റ, അങ്ങനെയൊന്നും ചോദിച്ചു കളയരുത്. ഒക്കെ പിന്നീട് സ്നേഹത്തോടെ എന്നവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. അങ്ങനെ പോലും ചെയ്യാത്ത ആളുകൾ അസൂയക്കാരാണ്. ഓക്കെ, നാലാമത്തത് നല്ലതൊന്നും കാണൂല, മറ്റുള്ളവരുടെ കുറ്റവും കുറവും മാത്രമേ കാണുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇതിലാരെങ്കിലും ഉണ്ടോ? ഞാനില്ല. ഒരുപാട് അമ്മായിയമ്മമാർ അങ്ങനെയല്ലേ? നിങ്ങളിലില്ല കേട്ടോ,
കുറേ അമ്മായിമ്മമാർ അങ്ങനെ ഉണ്ട്. മരുമോളുടെ കുറ്റം മാത്രമേ കാണുള്ളൂ. അതും ഇളയ മകൻ്റെ ഭാര്യയാണെങ്കിൽ, ചില ആളുകൾ മൂത്ത മകൻ്റെ ഭാര്യയാണെങ്കിൽ അവർ ചെയ്യുന്നതിൽ മുഴുവൻ കുറ്റം. ചില മക്കളോട് മാത്രം പ്രത്യേക സ്നേഹം. അങ്ങനത്തെ അമ്മായിമ്മമാരൊക്കെ ഉണ്ട്. വളരെ മോശമല്ലേ അത്? വളരെ മോശമല്ലേ? ഇനി മോനും മരുവളും കൂടെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാൻ തുടങ്ങുമ്പോൾ, അല്ലാ ഉമ്മാക്ക് ഭയങ്കര നടുവേദന മോനെ, ഓ തീർന്ന്. ആ യാത്ര അവർ പോകണാണുമ്പോൾ ഉമ്മാക്ക് കുശുമ്പ്. എന്തിനാണ് ഈ കുശുമ്പ് അസൂയൊക്കെ? ഞാനൊക്കെ 10 പെറ്റതാണ്, ഞാനൊന്നും ഇങ്ങനെ നടന്നിട്ടില്ല. നിങ്ങളോടിപ്പോൾ 10 പറയാനും ഇങ്ങനെ നടക്കണ്ടെന്നോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു. നിങ്ങളുടെ കെട്ടിയും കൊണ്ടുപോയിട്ടില്ല, ആ പിള്ളേർ ആസ്വദിക്കട്ടെ എന്നേ. എന്തിനാണ് ഈ അസൂയാക്കണത്? മനസ്സിലായോ? മയമെന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പല ആളുകളും അങ്ങനെയുണ്ട്. ഒരാളുടെ നന്മ ഒന്നും കാണൂല, ചെറിയ തെറ്റ് കാണുമ്പോഴേക്ക് അതിൽ കയറി പിടിക്കുന്ന ആളുകൾ. അസൂയ കൽബിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. ഓക്കെ, 5-മത്തേത്, തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ വളരെ വില കുറച്ച് കാണുന്ന ആളുകൾ. മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട്, ഓ അവക്കടെയൊക്കെ വീട് കണ്ട, എനിക്കൊക്കെ കിട്ടിയേക്കണത് നോക്കിയേ, എന്തായാലും അവള് കിടക്കണത് എമ്മയുടെ ബെഡിലാണ്, ഞാൻ കിടക്കണത് ആരാൻ്റെ ബെഡിലാണ്. ഓ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും മുകളിലേക്ക് നോക്കരുത്, അനുഗ്രഹത്തിൻ്റെ വിഷയത്തിൽ താഴേക്ക് നോക്കണം. മനസ്സിലായി? എങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ അസൂയക്കാരത്തി സഹോദരിമാരെ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന സംഗതി ആസ്വദിക്കാൻ പറ്റൂല. താഴേക്ക് നോക്ക്. എത്രയോ പട്ടിണിയും പരിവട്ടമുള്ള ആളുകൾ, കയറി കിടക്കാൻ വീടില്ലാത്തവർ, കടത്തിണ്ണയിൽ കിടക്കേണ്ടി വരുന്നവർ, ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, ഒരുപാട് ആളുകളുണ്ട്. പഠിച്ചോനെ, എന്നെ നീ അങ്ങനെ ആക്കിയില്ലല്ലോ അല്ല, എനിക്ക് ആവശ്യമുള്ളതൊക്കെ തന്നില്ല അല്ല, നല്ല വീട് തന്നല്ല, കുടുംബം തന്നല്ല, കിടക്കാൻ സൗകര്യം ചെയ്തു തന്നല്ല. അല്ലാണ്ട് മുകളിലോട്ട് നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ല എന്ന് പറയുന്ന ആളുകൾ അസൂയ നിറഞ്ഞു നിൽക്കുന്നവരാണ്. അവർ രക്ഷപ്പെടൂല, ദുനിയാവിലും രക്ഷപ്പെടൂല, ആഖിറത്തിലും രക്ഷപ്പെടൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. മനസ്സിലായോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കി, എന്ത് രസമായിരിക്കും. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പ്രബോധന ദൗത്യവുമായിട്ട് പലയിടങ്ങളിലും പോകാറുണ്ട്. ഒരിക്കലും ദഅവ പ്രബോധനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലൊക്കെ പോകുന്ന, ബംഗാളിലൊക്കെ പോകുന്ന വഴിക്ക് കണ്ട ചില കാഴ്ചകൾ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ചെറിയ കുഞ്ഞു മക്കൾ ചെളിയിലൊക്കെ കിടക്കുക, ചെളിവെള്ളം പോലത്തെ വെള്ളം കുടിക്കുന്നു. വടാപ്പാവ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ബണ്ണിൻ്റെ ഇടയിൽ ഒരു വട വെച്ചിട്ട് ആകെ ഒരു ദിവസം അതാണ് ആകെ കഴിക്കുന്നത്. ഒരു വടാപ്പാവ് കൊണ്ട് ഒരു ദിവസം അത് കുറച്ച് കഴിച്ച് തീർക്കുന്ന ആളുകൾ അവിടെ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീണിട്ടുണ്ട്. പടച്ചോനെ, ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ നീ തന്നില്ലല്ലോ അല്ല. അത്രമേൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. മനസ്സിലായോ? അപ്പം നമുക്കല്ല ചെയ്തു തന്ന നിഅമത്തിനെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും ഒക്കെ ആകണം. അപ്പോൾ ഈ പറഞ്ഞ 5 സംഗതികൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ? നിങ്ങൾ അസൂയക്കാരാണ്, അസൂയ നിറഞ്ഞു നിൽക്കണവരാണ്. മാറി ചിന്തിക്കുക, നല്ല മനുഷ്യന്മാരാകുക, എന്നിട്ട് അമല് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അള്ളാഹു സമാധാനം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.